ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമിലെ 5 അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നാണ്. ഈ ഒരു വിഷയം നമ്മളിവിടെ സംസാരിക്കുന്നത് പോലും ഒരു മാസം കൊണ്ട് ഒരു വിശ്വാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം എത്ര നല്ല മനുഷ്യനാക്കി മാറ്റുന്നു, അതിൻ്റെ കൂടെ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനി സ്വീകരിക്കുന്ന വിശ്വാസത്തെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നത് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കുന്ന ഒരു ആയത്തുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. എന്താണ് ഖയ്യിമായ ദീൻ? തെളിവാർന്ന വ്യക്തമായ ശരിയായ ചൊവ്വായ ദീൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, വിശ്വാസികളോട് പണ്ട് മുതലേ കൽപ്പിക്കപ്പെട്ടത്. ഇത് മുസ്ലിം സമൂഹത്തെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിം സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല, അഹ്ലി കിതാബുകാരെയും മുൻകാല സമൂഹത്തെയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് സൂറത്തുൽ ബയ്യിന ഈ വിഷയം സംസാരിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാ മനുഷ്യരോടും വിശ്വാസികളായ എല്ലാവരോടും അള്ളാഹു കൽപ്പിച്ചിരുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു, എന്ന കൽപ്പനയാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്ന് കൂടുതൽ വിശദീകരിക്കുന്നു. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീന് അള്ളാഹുവിന് മാത്രമായി ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇഖ്ലാസ് മാത്രമല്ല, ഹുനഫാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നു. ഹനീഫിയത്ത് ഒരു വിശ്വാസിയുടെ പ്രധാന ഗുണമാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാർഗത്തിൽ വളവ് തിരിവുകളൊന്നുമില്ലാതെ ശരിയായ നേരായ വഴിയിൽ കൂടി ചലിക്കുന്നതിനെയാണ് ഹനീഫിയത്ത് എന്ന് പറയുക. ഹനീഫ് എന്നതിൻ്റെ പ്ലൂരലാണ് ഹുനഫ. വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹുനഫ, ശരിയായ നേരായ വഴിയിലൂടെ പൂർണ്ണമായി നിഷ്കളങ്കതയോടും ആത്മാർത്ഥതയോടും ആ രീതിയിൽ ഇബാദത്ത് ചെയ്യുവാനാണ് അള്ളാഹു എല്ലാവരോടും കൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മാത്രമാണ് കൽപ്പിച്ചിട്ടുള്ളത്. കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് വയുഖീമുസ്സലാത്ത്, ഇഖാമത്തുസ്സലാത്തും ചെയ്യുവാൻ കൽപ്പിച്ചിരിക്കുന്നു. വയൂത്തുസ്സകാത്ത്, നമസ്കാരത്തിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ഒരു ആരാധന കർമ്മം അത് സക്കാത്താണ്. അതായത് നമസ്കാരം എന്ന് പറയുന്ന ഒരു ആരാധന കർമ്മത്തോടു കൂടി ചേർത്തുകൊണ്ട് ആരാധനയായി തന്നെ പരിചയപ്പെടുത്തിയതാണ് സക്കാത്ത്. സക്കാത്ത് നിർവഹിക്കുവാനും നൽകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ടാണ് പറഞ്ഞത് വദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഖയ്യിമായ ദീൻ. ഇവിടെ നമ്മൾ നോമ്പിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ ആദ്യം ഓതി വെച്ച യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കുന്ന അതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മുൻകാല ആൾക്കാർക്കും നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കുന്നു എന്നാണ്. ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല ആൾക്കാർക്ക് നമസ്കാരം നിർവഹിക്കാൻ പറഞ്ഞതുപോലെ, സക്കാത്ത് കൊടുക്കുവാൻ പറഞ്ഞതുപോലെ നിങ്ങളോടും അത് തന്നെയാണ് ചെയ്യുവാൻ പറയുന്നതെന്ന് സൂറത്തുൽ ബയ്യിനയിലും പറയുന്നു. അതായത് നമസ്കാരം അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ആരാധനാ കൽപ്പനകൾ മാത്രമല്ല. ഹജ്ജ് നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് ഹജ്ജ് തുടങ്ങുന്നത്.
ഹാജറ ബീവിയുടെ ഒരു സ്ത്രീയുടെ ഓർമ്മയിലേക്കാണ് ഹജ്ജിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിക്കുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫായും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. സഫായും മർവയും ഇസ്മായിലിൻ്റെയും അവരുടെ ഉമ്മ ഹാജറയുടെയും ഓർമ്മകൾ ഒതുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഓരോ ഇബാദത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ച 5 സ്തംഭങ്ങളെയും ഓരോന്നിനെയും എടുത്തു നോക്കുക. ഷഹാദത്ത് നമ്മളുടെ വിശ്വാസത്തെ നിരന്തരം പുതുക്കുന്നുണ്ട്. അതായത് ബാങ്ക് വിളിക്കുന്നു, അതിന് ചൊല്ലുമ്പോൾ മറുപടി പറയൽ ഫർളായി മാറുന്നു. അവിടെ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ച് മറുപടി പറയുന്നു. ഓരോ നിമിഷവും ഓരോ 5 നേരങ്ങളും നമ്മൾ നമ്മുടെ ഈമാൻ പുതുക്കുന്നു, നമ്മുടെ ഷഹാദത്ത് പുതുക്കുന്നു. നമ്മുടെ നമസ്കാരങ്ങളിലും പലതവണ ഫർളിലും സുന്നത്തുകളിലും പലതവണ ഷഹാദത്ത് കലിമ അവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അവിടെയും നമ്മൾ നമ്മുടെ ഈമാൻ ഷഹാദത്ത് കലിമ കൊണ്ട് ഈമാൻ പുതുക്കുന്നു. അതായത് നമ്മുടെ ഈമാനിനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നർത്ഥം. നമസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്, നമസ്കാരം അത് ഫഹ്ശാഇനെയും മുൻകറിനെയും വൃത്തികെട്ടതിനെയും സകലവിധ തിന്മകളെയും തടയുന്നതാണ്. അതായത് ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമിനെ തിന്മയിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു നമസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സക്കാത്തിനെയും ഒരാളുടെ സമ്പത്തിനെയും അയാളുടെ ശരീരത്തെയും അയാളുടെ ഭക്ഷണത്തെയും അയാളുടെ മുഴുവൻ ജീവിതത്തെയും സംരക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതാണ് സക്കാത്ത്. സക്കാത്തിൻ്റെ പദത്തിൻ്റെ അർത്ഥം തന്നെ സംസ്കരണം എന്നാണല്ലോ. ഒരാളെ ആമൂലചൂടെ മുഴുവനും സംസ്കരിക്കുന്നതാണ് സക്കാത്ത്. അതുകൊണ്ടാണ് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്ക് സക്കാത്ത് എന്നുള്ള പേര് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതിൻ്റെ കൂടെ മറ്റൊന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വതക്ക. അതായത് എന്നിൽ ഈമാൻ ഉണ്ട് എന്ന് സ്വയം തന്നെ ഉറപ്പിക്കുന്ന ആശയമാണ് സ്വതക്ക. സാമ്പത്തികമായ ക്രയവിക്രയമാണല്ലോ പ്രധാനമായും സ്വതക്കയിൽ പ്രധാനമായും ഉള്ളത്. അതിനുശേഷം നമ്മൾ നോമ്പിൻ്റെ കാര്യം സംസാരിക്കുന്നു. നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞത് എന്താണ്? അസ്സിയാമു ജുന്ന. നോമ്പെന്നത് പറയുന്നത് പരിചയമാണ്. സകലവിധ തിന്മകളിൽ നിന്നും, നമ്മളുടെ തന്നെ ശാരീരിക താല്പര്യങ്ങളിൽ നിന്നും, നമ്മുടെ തന്നെ എല്ലാ ഇമോഷണലായ ഓവർ സെൻസിറ്റീവ്നെസ്സിൽ നിന്നുമെല്ലാം സ്വന്തത്തെ തടയുന്നതാണ്. നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ തടയുന്നതാണ് നോമ്പ്. അസ്സിയാമു ജുന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കോപിഷ്ഠനാകുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ, തിന്മകളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, വേണ്ടാത്തത് നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയോട് പറഞ്ഞത് ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് മുമ്പിലുള്ളവരോട് പറയണമെന്നാണ്. അതായത് നോമ്പ് എന്നെ, എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഓരോ നിമിഷത്തെയും, റമളാനിലെ ഓരോ നിമിഷത്തെയും സംരക്ഷിക്കുന്നു, നമ്മുടെ ഈമാനിനെ ഉയർത്തി വെക്കുന്നു എന്ന് നോമ്പിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിൻ്റെ കാര്യം, ഒരാൾ ഹജ്ജ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഉംറ ചെയ്യുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന നിമിഷം മുതൽ അത് കഴിയുന്ന നിമിഷം വരെയും നമ്മുടെ നീയത്ത് ഹുസ്നു നീയത്തായി മാറുക, ഹുസ്നു വന്നായി മാറുക. നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്ത സകലവിധ തിന്മകളെയും തെറ്റുകളെയും എല്ലാവരും പോയി ഏറ്റു പറഞ്ഞുകൊണ്ട് അവരോട് സോറി പറഞ്ഞുകൊണ്ട് ഇഹ്റാം കെട്ടുക. ഇഹ്റാം കെട്ടിക്കഴിഞ്ഞ് പുറത്തിറങ്ങി, അതായത് ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടുകൂടി അപ്പോൾ ജനിച്ച കുഞ്ഞിൻ്റെ രീതിയിലായി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു. നമ്മളുടെ 5 സ്തംഭങ്ങളും നമ്മുടെ സ്വഭാവത്തെ, വിശ്വാസത്തെ, നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും സംരക്ഷിക്കുന്നതാണെന്ന് നമുക്ക് കൂടുതൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, റമളാനിൽ 1 മാസം മുഴുവൻ നമ്മൾ ജീവിക്കുന്നു. ഈ പറയുന്ന എല്ലാ ഇബാദത്തുകളും, ഉംറ അടക്കമുള്ള എല്ലാ ഇബാദത്തുകളും റമളാനിൽ കടന്നു വരുന്നു. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ദിക്റുകൾ മാത്രം ആലോചിച്ച് നോക്കുക. എന്തൊക്കെ പ്രതിജ്ഞകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 17 പ്രാവശ്യം ഫർള് നമസ്കരിക്കുന്നു. 17 പ്രാവശ്യം നമസ്കാരങ്ങളിലെ ഫാത്തിഹ ഓതുന്നു. അതുകൂടാതെ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങളിൽ എത്രയോ ഫാത്തിഹകൾ ഓതുന്നു. ഈ ഫാത്തിഹകളെല്ലാം നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിരന്തരം നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് സുന്നത്തായ ഒരു പ്രതിജ്ഞ നമ്മൾ ചെയ്യുന്നുണ്ട്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആ പ്രതിജ്ഞ, ദുആ ഇഫ്തിതാഹ് എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രതിജ്ഞ. അവിടെ നമ്മൾ പറയുന്നു ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹ്യായ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, എൻ്റെ നമസ്കാരവും എൻ്റെ സകലവിധ ആരാധന കർമ്മങ്ങളും
എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിനക്കാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, സകലവിധ ലോകങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹുവെ നിനക്കാണ് എന്ന് നമ്മൾ അവിടെ കരാർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈമാനിനെ നമ്മൾ തന്നെ സംരക്ഷിക്കുവാൻ നമ്മൾ ചെയ്യുന്ന കരാറാണ്. ആദ്യം ആ കരാർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരം വെറും ഒരു ചടങ്ങായി മാത്രം മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നമസ്കാരങ്ങളിലും നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്. ഫാത്തിഹ ഇല്ലാതെ നമസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിരന്തരം പ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. പ്രതിജ്ഞ ചെയ്തിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹിദായത്ത് എന്ന് പറയുന്നത് ഒരാൾ ഒരു മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഹിദായത്ത് കിട്ടി എന്നൊന്നുമില്ല. ഓരോ നിമിഷവും വിശ്വാസി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് സൂറ ഫാത്തിഹ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതായത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായി ജീവിക്കേണ്ടവനാണ്, മുസ്ലിമായി തന്നെ മരിക്കേണ്ടവനാണ് എന്നുള്ള ബോധം നിലനിർത്തേണ്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ഏത് രീതിയിലാണോ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തഖ്വ പുലർത്തേണ്ടത് ആ രീതിയിൽ തഖ്വ പുലർത്തുകയും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നു. അതായത് മരിക്കുന്ന വേളയിൽ മുസ്ലിമായി മരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം ആവുക എന്നത് പ്രധാന പ്രഖ്യാപനമായി നമ്മൾ നടത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറ ഫുസ്സിലത്തിൽ 33-ാമത്തെ ആയത്തിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ദീനിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും സുന്ദരമായ വാക്ക് പറഞ്ഞവൻ ആര് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതായത് മുസ്ലിം ആണെന്ന് പറയുന്ന ഒരു അഭിമാന ബോധം. മുസ്ലിം ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ അസ്ലിം യാ ഇബ്രാഹിം, ഇബ്രാഹിമെ മുസ്ലിമാണ്. നമ്മൾ മുസ്ലിം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി മെമ്പറിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അസ്ലമ എന്ന് വെച്ചാൽ കീഴ്വണങ്ങിയവൻ, സറണ്ടർ ചെയ്തവൻ. മുസ്ലിം എന്നാൽ കീഴ്വണങ്ങിയവൻ, സറണ്ടർ ചെയ്തവൻ എന്നാണ് അർത്ഥം. ഒരു മുസ്ലിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞല്ലോ, അസ്ലം യാ റബ്ബൽ ആലമീൻ, സകല ലോകങ്ങളുടെയും റബ്ബായ പടച്ചവനെ ഞാനിതാ കീഴടങ്ങിയിരിക്കുന്നു എന്ന്. ആ മുസ്ലിമിനെ കുറിച്ചാണ് ഇവിടെ സംസാരം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹുജറാത്തിൽ മുസ്ലിങ്ങളെയും മുഅ്മിനെയും വേർതിരിച്ച് പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ മുസ്ലിമായി മാറ്റുന്നുണ്ടോ, മുസ്ലിമിൽ നിന്ന് നമ്മളെ മുഅ്മിനാക്കി മാറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖാലത്തിൽ അഅറാബു ആമന്ന. സൂറ ഹുജറാത്തിൻ്റെ അവസാനത്തിൽ അഅറാബികളായ ദൂരഭാഗത്തുള്ള കുറച്ച് മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ മുഅ്മിനായിരിക്കുന്നു എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തിക്കൊണ്ട് അവരോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ പറയണ്ട, ഖുലു അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതുവരെ വലമായതു ഈമാൻ ഫീ ഖുലൂബിക്കും, കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതുവരെ ഈമാൻ കടന്നിട്ടില്ല. ഹൃദയത്തിലേക്ക് കടക്കുന്ന ഈമാനുള്ള മുസ്ലിമായി മാറുവാനാണ്, അതായത് മുസ്ലിമിൽ നിന്ന് മുഅ്മിനായി മാറുവാനാണ് ഇബാദത്തുകൾ നമ്മളെ സഹായിക്കേണ്ടത്. ആ ഒരു വളർച്ച നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു നിർത്തുന്നു. ആ ഒരു വളർച്ചയിലൂടെ നമുക്ക് സമ്പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിക്കാൻ കഴിയുന്നു. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതുപോലെ ഇന്ന സ്വലാത്തി വനുസുക്കി മഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന പ്രാർത്ഥനയുമെല്ലാം അത് യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ, സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വേഷത്തിലോ നമ്മുടെ സർട്ടിഫിക്കറ്റിലോ മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കാർഡ് എന്നതിനേക്കാളും അപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് ഇസ്ലാം കടന്നു വരണം. അങ്ങനെ ഹൃദയവിശാലതയോടുകൂടി ഹൃദയത്തെ ഈമാൻ കൊണ്ട് അലങ്കരിച്ച വിശ്വാസികളായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ടെത്തുന്ന യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൃപ്തരായ ശാന്തമായ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം ചെയ്യുന്നതാണ് ഈ ഓതി വെച്ച ആയത്തുകളിൽ.
എൻ്റെ അടിമകളിലേക്ക്, എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു വരൂ എന്ന് വിളിച്ചു പറയുന്ന, അള്ളാഹു നേരിട്ട് വിളിക്കുന്ന, മലക്കുകളെ കൊണ്ട് വിളിപ്പിക്കുന്ന ആ വിശ്വാസ സമൂഹത്തിൽ പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഷഹാത്ത് കലിമയും നമ്മുടെ നോമ്പ്, നമസ്കാരവും, സക്കാത്തും, ഹജ്ജും, ഉംറയുമെല്ലാം ആത്മാർത്ഥമായി, അത് ഹുനഫ ആയി, മുഖ്ലിസായി, ഇഖ്ലാസോട് കൂടി, ഹനീഫിയത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ചടങ്ങായി മാത്രം മാറും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ആ തരത്തിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി, വിശ്വാസത്തെ എനിക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. വലാ തമൂത്തുന ഇല്ലാ വ അൻതും മുസ്ലിമുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ മുസ്ലിമായിട്ടാണ് നമ്മൾ മരിക്കേണ്ടത്, മരിക്കുന്ന നേരത്ത് മുസ്ലിമായിട്ടാണ് നമ്മൾ മരിക്കേണ്ടത് എന്നുള്ള ബോധം നിലനിർത്തുക. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.